ഹലോ മുത്തുമണികളെ, എന്തെല്ലാം മുത്തുമണികളെ. ഈ പെരുന്നാളായിട്ട് നിങ്ങളെല്ലാവരും മൈലാഞ്ചി ഇട്ടോ? ഞാൻ മൈലാഞ്ചി ഇടാറില്ല മുത്തുമണികളെ. നിസ്കരിക്കുമ്പോൾ തടസ്സം വരും അത്രേ. എങ്ങനെയുണ്ട് അവിടെ? ഞാൻ മൈലാഞ്ചി ഇടാത്ത, എനിക്ക് മൈലാഞ്ചി ഇടാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. പിന്നെ എൻ്റെ മക്കളും അങ്ങനെ മൈലാഞ്ചി ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാരല്ല. പിന്നെ എൻ്റെ മൂന്നാമത്തെ മോൾക്ക് മൈലാഞ്ചി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ വാങ്ങാൻ മറന്നുപോയി. അതുകൊണ്ട് ഇപ്പോൾ പോയിട്ട് വാങ്ങിക്കോ. നിനക്കിടാൻ അറിയാമോ? ഇടാൻ അറിയാൻ കിട്ടോ? അല്ല, പിന്നെ മതപണ്ഡിത പറഞ്ഞിരിക്കുന്നത് മൈലാഞ്ചി ഇട്ടാൽ നിസ്കരിക്കാൻ പറ്റൂല എന്നാണ്. എൻ്റെ മോളെ, നീ നിസ്കരിക്കാറില്ലേടി? അല്ല, 8 വയസ്സുള്ള കുട്ടി വരെ നിസ്കരിക്കും. ഞാൻ 9 വയസ്സുള്ള കൊച്ചു വരെ നിസ്കരിക്കും. ഞാൻ മൈലാഞ്ചി ഇടൂല അത്രേ. എനിക്ക് നിസ്കരിക്കാൻ തടസ്സമാണ്. മോൾക്ക് നിസ്കാരമൊന്നും ഇല്ല അല്ലേ? അപ്പം അങ്ങനെ വരട്ട്. എടി, മതപണ്ഡിത ആയതുകൊണ്ടൊന്നും കാര്യമില്ലടി. വിശ്വാസം വേണം. എവിടെ നിന്ന് വരണം വിശ്വാസം? എവിടെ നിന്ന് വരണമെന്നറിയാമോ? ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരണോടി. അല്ലാതെ ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വിശ്വാസം കൊണ്ടു നടക്കുമ്പോൾ ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാത്ത കണക്കിന് കുന്താ പറഞ്ഞോണ്ടിരിക്കും. ഈ മൈലാഞ്ചി ഇടൽ സുന്നത്താണ് അല്ലേ? ഇസ്ലാമിൽ മൈലാഞ്ചി ഇടൽ സുന്നത്തല്ലേ? ഇതിന് മൈലാഞ്ചി ഇട്ടാൽ മരത്തിൽ നിന്ന് പറിച്ച് അരച്ചങ്ങോട്ട് ഇടണം. അല്ലെങ്കിൽ തന്നെ ഇപ്പം ഡയറക്റ്റ് മൈലാഞ്ചികൾ വാങ്ങിക്കാൻ കിട്ടും. മരത്തിൽ നിന്ന് പറിച്ച് കളറൊന്നും ചേർക്കാതെ മരത്തിൽ നിന്ന് പറിച്ചിടുന്ന മൈലാഞ്ചികൾ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ മൈലാഞ്ചി ഇട്ടാൽ നിസ്കരിക്കാൻ പറ്റില്ല. പിന്നെ 24 മണിക്കൂർ നിസ്കരിക്കുന്ന ഒരു മോള്.